പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സാരി ബ്ലൗസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ എല്ലാം ഇട്ടപ്പോഴും പലരും നമ്മളോട് ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടുമ്പോൾ ബാക്ക് പീസിനെക്കാട്ടിലും 1.5 ഇഞ്ച് കൂടുതലിട്ടാണ് ഫ്രണ്ട് പീസ് വെട്ടുന്നത്. അപ്പം അത് ഏത് അളവിൽ നിന്നുമാണെന്നൊന്ന് വ്യക്തമാക്കാവും ചോദിച്ചു. അപ്പോൾ അതിൻ്റെ വ്യക്തമാക്കി തരുന്നത്, ബാക്ക് പീസ് നമ്മൾ വെട്ടുമ്പോൾ 1/2 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തയ്യൽ തുമ്പ് കൊടുക്കുമ്പോൾ ഈ തയ്യൽ തുമ്പിൽ നിന്നുമാണ് നമ്മൾ 1.5 ഇഞ്ച് ഇടുന്നത് എന്ന് പല ക്ലാസ്സിലും പറഞ്ഞിരുന്നു. എന്നിട്ടും പല രീതിയിലുള്ള സംശയങ്ങൾ പിന്നെയും ചോദിക്കുക. അപ്പോൾ 1.5 ഇഞ്ച് നമ്മൾ എപ്പോഴും ഇടുന്നത് ഫ്രണ്ട് പീസ് വെട്ടാൻ നേരം ഈ ഒരു പീസ് കറക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ തയ്യൽ തുമ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം തോന്നിയെങ്കിൽ ഈ 1.5 ഇഞ്ച് ഒന്ന് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് ഈ ഭാഗത്ത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊരു വര ഇങ്ങനെ കൊടുക്കുന്നത്, ഇങ്ങനൊരു വര കൊടുത്തിട്ട് ഈ മാർക്കിൽ മുട്ടിച്ച് വേണം നമ്മൾ ബാക്ക് പീസ് ഇടാൻ. എപ്പോഴും അതാണ് 2 കളറായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ മാർക്കിൽ നിന്നും, അതായത് ഈ തയ്യൽ തുമ്പ് നമ്മൾ ഇട്ടിരിക്കുന്നതിൽ നിന്നും 1.5 ഇഞ്ച് കൂട്ടി വേണം ഫ്രണ്ട് പീസ് നമ്മൾ മാർക്ക് ചെയ്യാൻ. ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ചോണം. പിന്നെ ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്നതാണ് 4 ഇഞ്ച് ഇവിടെ തള്ളി നമ്മൾ വെട്ടും. അപ്പോൾ നമ്മൾ കൂടുതലിടുന്ന ഈ ഒരു തയ്യൽ തുമ്പിൽ നിന്ന്, അപ്പോൾ എപ്പോഴും ഓർക്കണം. പിന്നെ നമ്മൾ കൂടുതലിടുന്നത് ഈ ഒരു 4 ഇഞ്ച് ഈ ഭാഗത്ത് കൊടുക്കും. 4 ഇഞ്ച് ഈ ഭാഗത്ത് കൊടുത്ത് സ്ട്രേറ്റ് ഇങ്ങനെ തന്നെ ഒരു ലൈൻ കൊടുത്തിട്ട് വേണം നമ്മൾ ഫ്രണ്ടിൻ്റെ വെട്ടാൻ. ഈ 4 ഇഞ്ച് ഇടുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഹുക്കിന് 2 സൈഡിലും പടി പിടിക്കുമ്പോൾ തയ്യൽ തുമ്പ് പിടിക്കും. ഈ തയ്യൽ തുമ്പ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ 4 ഇഞ്ച് ഇടുന്നത്. ഈ 4 ഇഞ്ച് ഇവിടെ ഇട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ബാക്ക് പീസ് നമ്മൾ വെട്ടാൻ നേരം ഈ ബാക്ക് പീസിൽ നമ്മൾ തയ്യൽ തുമ്പ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ബാക്ക് പീസിൽ നമ്മൾ 2.5 ഇഞ്ച് വിത്ത് കൊടുത്തു. 2.5 ഇഞ്ച് കൊടുത്തെങ്കിൽ, ഇല്ല 2.25 കൊടുത്തെങ്കിൽ ഫ്രണ്ട് മാർക്ക് ചെയ്യുമ്പം 2.5 ഇഞ്ച് കൊടുത്തു. എപ്പോഴും ഈ മാർക്കിൽ നിന്നും നമുക്ക് 4 ഇഞ്ച് കൂടി നിൽക്കണം ഫ്രണ്ട്. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ തയ്യൽ തുമ്പ് നമുക്ക് കിട്ടുകയുള്ളൂ. അത് പ്രത്യേകം ഓർത്തോണം. ഈ 2 മാർക്ക്, 1.5 ഇഞ്ച് ഇവിടെ കൊടുക്കുന്ന കാര്യവും 4 ഇഞ്ച് ഇവിടെ കൊടുക്കുന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർത്തോണം. എന്നിട്ട് വേണം നമ്മൾ ഫ്രണ്ടിനൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ. ഫ്രണ്ടിലേക്ക് നമ്മളിങ്ങനെ ഫ്രണ്ടിനേക്ക് മാർക്ക് ചെയ്ത് ഇങ്ങനെ തന്നെ സ്ക്വയർ വരച്ചു. ഈ സ്ക്വയർ വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫ്രണ്ടിനേക്ക് നമ്മൾ വി മോഡലിലാകി പോകാതിരിക്കുന്നുണ്ട്. ഇങ്ങനെ റൗണ്ട് കൊടുക്കണം. ഞാനതുകൊണ്ട് ഈ പീസൊന്ന് മാറ്റി കാണിച്ചു തരാം. ഇവിടെ വലിയൊരു വ്യത്യാസം വരാത്ത രീതിയിൽ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ യു വെട്ടിയെടുക്കാൻ. ഇത് രണ്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ അളവുകളെ പറ്റി പ്രത്യേക ഓർമ്മയിലിരുന്നു. 1.5 ഇഞ്ച് ഇവിടെ കൊടുക്കുന്നു, 4 ഇഞ്ച് ഇവിടെ കൊടുക്കുന്നു, സ്ക്വയറിനൊക്കെ ഇവിടെ കൊടുക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ കപ്പ് സൈസ് കൂടുതലുള്ളവർക്ക് ഈ ഭാഗത്ത് നിന്നും നമ്മൾ തയ്യൽ തുമ്പ് ഇവിടെ 1.25 മിനിമം കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക് പീസിൽ ഇങ്ങനൊരു മാർക്ക് വരും. ഇങ്ങനൊരു മാർക്ക് വരുമ്പോൾ ഈ മാർക്കിൽ നിന്നും 3 ഇഞ്ച് 3.5 ഇഞ്ചാണ് നമ്മൾ കൂട്ടി ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഡാട്ടിൻ്റെ വിത്തിന് വേണ്ടി ഈ ലൈനിൽ നിന്നുമാണ് ഇവിടെ ഈ ഭാഗത്ത് നിന്ന് ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ അളവിടൽ നമ്മൾ 3.5 ഇഞ്ച് കൂടുതൽ ഇടുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്ന് വേണം നമ്മൾ ആ ഡാട്ട് പിടിക്കാനുള്ള വിത്ത് തള്ളിയിടാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം വേറെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബെൽറ്റ് പീസ് നമ്മളിപ്പം 4 ഇഞ്ച് 4.25 ഇഞ്ച് കൊടുത്തു. 4.25 ഇഞ്ച് കൊടുത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ 4 തുമ്പ് കൊടുത്തു. അപ്പം വേസ്റ്റ് നമുക്ക് ഒരു പക്ഷേ എത്രയായിരിക്കാം, ഒരു 32 നമ്മൾ 8 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യും. 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ക്രോസിലാണ് നമ്മൾ ബെൽറ്റ് വരയ്ക്കുന്നത്. ബെൽറ്റ് വരയ്ക്കുമ്പോൾ ഈ ബെൽറ്റിൻ്റെ ഈ ഒരു ഭാഗം ഫ്രണ്ടിൻ്റെ ഡാട്ട് പിടിച്ച് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് കിട്ടുമോ എന്ന് നമ്മളൊന്ന് അളന്ന് നോക്കിയിട്ട് വേണം അത് വെട്ടാൻ. അപ്പോൾ അതായത് കപ്പ് സൈസ് കൂടുതലുള്ളവർക്ക് വേണം നമ്മൾ ഈ ഒരു ഭാഗം അളന്ന് നോക്കിയിട്ട് വെട്ടാൻ. അത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം, എങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാവും.
ഇങ്ങനെയാണ് നമ്മൾ രണ്ട് പീസ് ഇങ്ങനെ വെട്ടി ഇങ്ങനെ വെട്ടിയെടുത്തു. എടുത്തിട്ട് ബാക്ക് പീസ് നമ്മളിങ്ങനെ മാറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡാട്ട് കൊടുക്കും. 1/2 ഇഞ്ച് ഈ ഭാഗത്ത് മാറ്റി 1/2 ഇഞ്ച് മേളിൽ തള്ളിയിട്ട് ഡാട്ട് മാർക്ക് ചെയ്യുമ്പോൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു മാർക്ക് ഇങ്ങനെ കൊടുക്കും. ഡാട്ടിന് മാർക്ക് ഇവിടെയും 1.25 ഇഞ്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ വരും. ഈ സൈഡിന് 3/4 ഇഞ്ച് ഇവിടെയും താത്തിട്ടാണ് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ബെൽറ്റിനൊരു ഭാഗം. അങ്ങനെ ബെൽറ്റ് നിങ്ങൾക്ക് സംശയം വന്നെങ്കിൽ ഈ ഡാട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ച് 3.5, ഈ ഭാഗത്ത് ഈ 3.5 ഇങ്ങനെ തിരിച്ച് വെക്കണം. തിരിച്ച് വെട്ടി ഇങ്ങനെ ക്രോസിൽ വെച്ചാൽ നമുക്ക് എത്ര ഇഞ്ച് കിട്ടുമെന്നുള്ളത് നമുക്ക് ബോധ്യം വരും. അതായത് ഇവിടെ നമ്മൾ 3/4 ഇഞ്ച് എടുത്ത് വിടുന്നത് ഈ 3/4 ഇഞ്ചിൽ നിന്ന് ഈ 3/4 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ ടേപ്പ് പിടിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യും, ടേപ്പ് ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ ടേപ്പ് പിടിക്കുന്നത് 5.5. ഈ 5.5 എടുത്ത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നോക്കണം 9 ഇഞ്ച്. അപ്പോൾ നമ്മളെങ്ങനെ ബെൽറ്റിന് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ ഒരു പീസാണ് ബെൽറ്റിൻ്റെ മാർക്ക്. ഈ ബെൽറ്റിൻ്റെ മാർക്ക് 9 ഇഞ്ച് നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നുണ്ടോ എന്ന് പ്രത്യേകം നിങ്ങൾ നോക്കുക. ഡാട്ട് പിടിച്ച് കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ആ കണക്കില്ലാതെ വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബെൽറ്റ് പീസ് പ്രത്യേകം കുറഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒന്ന് ബ്ലൗസ് വെട്ടുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊന്ന് അളന്നു പോകുമ്പോൾ കൃത്യമായി തന്നെ അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇപ്രാവശ്യം നമ്മൾ ഈ ബെൽറ്റിൻ്റെ ഒരു ക്ലാസ് മാത്രമാണ് ഒന്നിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാവിധ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ ബുക്കിൽ കുറിച്ച് വെക്കുകയും അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ സ്കെച്ചിൻ്റെ എത്ര ഇതാണ് ഞാൻ ഇതിൽ വിശദീകരിച്ചിരിക്കുന്നത് ഈ ഭാഗം തന്നെ ഒരു നോട്ടാക്കി കുറിച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്